Hi dear students, today we will start a new topic, colloids. In this session we will discuss what are colloids or what is meant by a colloidal state and classification of different types of colloids. Okay. This is in this picture you can see several photographs of several things. Okay, first picture we see milk and butter, cheese. Okay, milk and milk products are first picture. Then this is smoke, this is fog, and this is foam. The soap foam. All these are colloids. Colloids, this is not a new substance or a new thing. It is already existed in our nature. Daily വീട്ടിലെ കഞ്ഞി വാർക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്റ്റാർച്ച് സൊല്യൂഷൻ, നമ്മൾ കഞ്ഞി വാർത്തെടുക്കുന്നതിനെയാണ് സ്റ്റാർച്ച് സൊല്യൂഷൻ. ആ സ്റ്റാർച്ച് സൊല്യൂഷൻ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ കൊളോയിഡ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ടൂത്ത് പേസ്റ്റ് നിങ്ങൾ പല്ലിലിട്ട് ബ്രഷ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ഫോം, സോപ്പിന്റെ ഫോം, ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് കൊളോയിഡ്. ഓക്കെ, സ്മോക്ക്, ഫോഗ്, all these things are examples of colloids. Now, what is meant by then colloid? Colloid ennu parayunnathu, this is an intermediate between a true solution and a suspension. It can be regarded as an intermediate between a true solution and a suspension. Okay, and idinte discovery ennu parayunnathu, ഡിസ്കവറി തുടങ്ങുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന റോബർട്ട് ബ്രൗൺ എന്നുള്ള ശാസ്ത്രജ്ഞന്റെ ഹീസ് എ ബൊട്ടാണിസ്റ്റ്. ഇദ്ദേഹത്തെ റോബർട്ട് ബ്രൗൺ ഒബ്സർവ്ഡ് ദാറ്റ് പോളൻ ഗ്രെയിൻസ്, ദ ബിഹേവിയർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഇൻ വാട്ടർ. അപ്പൊ അത് അദ്ദേഹം നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം മറ്റു പല സിസ്റ്റത്തിൽ അദ്ദേഹം അത് ഒബ്സർവ് ചെയ്തു. സിമിലർ ടൈപ്പ് ഓഫ് മൂവ്മെന്റ്. ഹി ഒബ്സർവ്ഡ് റാൻഡം മൂവ്മെന്റ് ഓഫ് ദീസ് pollen grains over water. They collide each other and change their directions. Okay, അപ്പൊ ആ ഒരു മൂവ്മെന്റ് അദ്ദേഹം ഒരുപാട് പാർട്ടിക്കിൾസിനകത്തും അദ്ദേഹം ഒബ്സർവ് ചെയ്തു. അതിനുശേഷം ഒരു സ്കോട്ടിഷ് സയന്റിസ്റ്റ് ആയിട്ടുള്ള തോമസ് ഗ്രഹാം, ആൻഡ് ദിസ് സ്കോട്ടിഷ് കെമിസ്റ്റ് റിഗാർഡഡ് ആസ് ദ ഫൗണ്ടർ ഓഫ് മോഡേൺ കൊളോയിഡ് സയൻസ്. Okay, and he observed that low diffusibility, these colloidal particles or these colloids exhibited low diffusibility, absence of crystallinity, lack of ordinary chemical relations. അപ്പൊ അന്ന് വരെ നമുക്ക് രണ്ട് സ്റ്റേറ്റ്സേ അറിയുള്ളായിരുന്നു. ഒന്നുകിൽ അത് ട്രൂ സൊല്യൂഷൻ അല്ലെങ്കിൽ സസ്പെൻഷൻ. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രസിപ്പിറ്റേറ്റ് ഒക്കെ ഫോം ചെയ്ത് വരില്ലേ, ആ ഒരു ഫോമില്, അല്ലെങ്കിൽ നമ്മുടെ അത് പൊന്തിക്കിടക്കാം. ഒരു രണ്ട് ഫേസസ് ഉണ്ടെങ്കിൽ, ഒരു സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് ഫേസസ് ആ പറയുന്നത്. ഒന്ന് ഡിസ്പേർഷൻ മീഡിയം, ഒരെണ്ണം ഡിസ്പേഴ്സീവ് ഫേസ് എന്ന് പറയും. ഓക്കെ, ഡിസ്പേഴ്സീവ് ഫേസും ഒന്ന് ഡിസ്പേർഷൻ മീഡിയം. ഇപ്പൊ സ്മോൾ ക്വാണ്ടിറ്റി ഉള്ളതിനെയാണ് ഡിസ്പേഴ്സീവ് ഫേസ് എന്ന് പറയുന്നത്. ലാർജ് ക്വാണ്ടിറ്റി ഉള്ളതിനെ ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത്. അപ്പം ഈ ഡിസ്പേഴ്സീവ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും കൂടി തമ്മിൽ ചേർന്ന് കഴിയുമ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഹോമോജീനിയസ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിനെ ട്രൂ സൊല്യൂഷൻ എന്ന് പറയും. പക്ഷെ ചില കേസസിൽ, ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോ സോഡസ്റ്റ്, മരം മുറിച്ച് കിട്ടുന്ന പൊടി വെള്ളത്തിനകത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? മരപ്പൊടി മുകളിൽ നിൽക്കും, താഴെ വെള്ളവും നിൽക്കും, ഇല്ലേ? അതുപോലെ തന്നെ വെള്ളവും എണ്ണയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എണ്ണ മുകളിൽ നിൽക്കും, വെള്ളം താഴെ നിൽക്കും, ഇല്ലേ? These are examples of suspensions. അതുപോലെ മറ്റ് എക്സാമ്പിൾ ഉണ്ട്. നമുക്ക് കുറച്ച് മണ്ണെടുത്ത് വെള്ളത്തിനകത്തിട്ടാലോ ആ മൺതരികളെല്ലാം താഴേക്ക് വന്ന് നിൽക്കും. അതും എന്താണ്? ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് സസ്പെൻഷൻ. ഓക്കെ, അപ്പൊ ഗ്രാവിറ്റിയുടെ വ്യത്യാസത്തില് അല്ലെങ്കിൽ ഡെൻസിറ്റിയുടെ വ്യത്യാസത്തില് ഒന്നെങ്കിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് താഴെ നിൽക്കാം, അല്ലെങ്കിൽ മുകളിൽ നിൽക്കാം. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ആ ഓരോ പ്രോപ്പർട്ടീസും എന്ത് ചെയ്തു? ഈ തോമസ് ഗ്രഹാം എന്ന് പറയുന്ന സയന്റിസ്റ്റ് അദ്ദേഹം ഒബ്സർവ് ചെയ്ത് എടുത്തു. ആൻഡ്
ഈ ഒരു അതുപോലെ തന്നെ നേച്ചറിൽ കണ്ടെത്തിയിരുന്ന ആദ്യം കണ്ടെത്തിയിരിക്കുന്ന ഓർഗാനിക് സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഓർഗാനിക് സബ്സ്റ്റൻസസ് എന്ന് ആദ്യം കണ്ടെത്തിയ ഓർഗാനിക് കൊളോയിഡ്സ് എന്ന് പറയുന്നത് ദേ ആർ ഗ്ലൂ ടൈപ്പ്. ഗ്ലൂ ഉണ്ടല്ലോ പശ, ആ ഗ്ലൂ ടൈപ്പ് സബ്സ്റ്റൻസ് തന്നെയാണ് ആദ്യം കണ്ടെത്തിയത്. അപ്പൊ അതിന്റെ ഗ്രീക്ക് വേർഡ് എന്ന് പറയുന്നത് കോള എന്നാണ്, KOLLA, മീനിങ് ഗ്ലൂ. അപ്പൊ ഗ്ലൂ ടൈപ്പ് സബ്സ്റ്റൻസസിനെ അവര് എന്തായിട്ട് വിളിച്ചു? കൊളോയിഡ്സ് എന്നുള്ള പേര് വിളിച്ചു. അല്ലെങ്കിൽ ഗ്ലൂ ടൈപ്പ് സബ്സ്റ്റൻസസ് എന്നുള്ള രീതിയിൽ കൊളോയിഡ്സ് എന്നുള്ള പേരിൽ നമ്മൾ വിളിച്ചു. ആൻഡ് colloid, later it is found that colloid is not a new substance, but it is a state of a substance which depends on the size of the particle. Okay, അപ്പൊ പിന്നീടുള്ള കണ്ടെത്തൽ ആദ്യം ഇതൊരു കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള അല്ലെങ്കിൽ നോവൽ സബ്സ്റ്റൻസ് ആയിട്ടാണ് കൊളോയിഡ് പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ കൊളോയിഡൽ സൊല്യൂഷൻസിനെ കണ്ടെത്തിയത്. ബട്ട് ലേറ്റർ ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ഈസ് നോട്ട് എ ന്യൂ സബ്സ്റ്റൻസ്, ബട്ട് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് സബ്സ്റ്റൻസ് which depends on the size of the particles. And there are two phases in a colloidal medium, that are dispersion medium or the other name of dispersion medium is continuous phase or outer phase. ഇങ്ങനെ രണ്ട് രീതിയിലും പറയാം. അത് ലാർജ് ക്വാണ്ടിറ്റിയിലുള്ളതായിരിക്കും എന്തെന്ന് പറയുന്നത്? ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത്. ദിസ് ഈസ് ലാർജ് ക്വാണ്ടിറ്റി. And second phase is dispersed phase. Dispersed phase എന്ന് പറയുന്നത് or discontinuous phase or inner phase, ആ രീതിയിൽ നമ്മൾ പറയുന്നു. And this is the phase and or the quantity of this the component the dispersed phase is in smaller quantity. മനസ്സിലായല്ലോ? Now depending upon it is observed that the colloids are intermediate state between true solution and a suspension. True solution എന്ന് പറയുന്നത് എക്സാമ്പിൾ എന്ന് പറയുന്നത് പൊട്ടാസ്യം ക്ലോറൈഡ് ഇൻ വാട്ടർ. നമ്മൾ കുറച്ച് ഉപ്പെടുത്ത് വെള്ളത്തിനകത്ത് ഇടുക, ഇറ്റ് വിൽ ഡിസോൾവ്, ക്ലിയർ സൊല്യൂഷൻ കിട്ടും. ഷുഗർ വെള്ളത്തിനകത്തിട്ട് ലയിപ്പിക്കുക, we will get a clear solution. These are examples of true solutions. So suspension example ആണ് sawdust in water. പിന്നെ അതുപോലെ തന്നെ സിൽവർ ക്ലോറൈഡ് ഇൻ വാട്ടർ. സിൽവർ ക്ലോറൈഡ് ഇൻ വാട്ടർ വൈറ്റ് കേർഡി പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് നിൽക്കും. പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് സെറ്റിൽ ഡൗൺ ചെയ്യുന്നതാണ്. പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് നിൽക്കുന്ന വൈറ്റ് കേർഡി പ്രസിപ്പിറ്റേറ്റ്, സിൽവർ ക്ലോറൈഡ്. These are examples of suspension. And the other example of colloids are all these things are examples of colloidal solutions. Now let's compare the properties of true solution, colloids and the suspension. In this picture you can see 3 beakers containing 3 solutions. See, in the first case ഒരു ക്ലിയർ സൊല്യൂഷൻ ആണ് ഫസ്റ്റ് ബീക്കറിനകത്ത് ഇരിക്കുന്നത്. സെക്കൻഡ് ബീക്കറിനകത്ത് കുറച്ചുകൂടെ ഒന്ന് കലങ്ങിയ രീതിയിൽ ഇരിക്കുന്നു, അല്ലെ? ചെളിവെള്ളം പോയി ഇച്ചിരി കലക്കമുള്ള രീതിയിൽ നിൽക്കുകയാണ്. ആൻഡ് മൂന്നാമത്തേതിനകത്ത് മുകളിൽ ഇച്ചിരി കലക്കം ഉണ്ടെങ്കിലും പക്ഷെ താഴെ ഇത് സെറ്റിൽ ഡൗൺ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഫസ്റ്റ് ബീക്കർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് first beaker is an example of a true solution. Second beaker contains a solution which is an example of a colloidal solution, and third is an example of suspension. Now അടുത്ത നമുക്ക് നോക്കേണ്ടത് the properties നോക്കാം. ആദ്യത്തെ പ്രോപ്പർട്ടി പാർട്ടിക്കിൾ സൈസ്. പാർട്ടിക്കിൾ സൈസ് നോക്കുകയാണെങ്കിൽ ട്രൂ സൊല്യൂഷന്റെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിലോ 1 നാനോമീറ്റർ ഓർ 10⁻³ പൈക്കോമീറ്റർ. 10⁻³ പൈക്കോമീറ്റർ റേഞ്ചിലുള്ള
പാർട്ടിക്കിൾ സൈസ് ഉള്ള ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രൂ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ടിക്കിൾ സൈസ് അല്ലെങ്കിൽ സൊല്യൂട്ടിന്റെ അല്ലെങ്കിൽ ഡിസ്പേഴ്സീവ് ഫേസിന്റെ സൈസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് അറൌണ്ട് less than 1 nanometer. And colloidal particles in the dimensions എന്ന് പറയുന്നത് it is in between 1 nanometer to 100 nanometer. It is in between 1 nanometer to 100 nanometer. And suspension has a dimension greater than 100 nanometer. Okay, അപ്പോൾ ഇതാണ് അതിന്റെ പാർട്ടിക്കിൾ സൈസ് തമ്മിലുള്ള വേരിയേഷൻ. ഓക്കെ, അപ്പൊ ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ നമുക്ക് എന്തായിട്ടും കൺസിഡർ ചെയ്യാന്നറിയോ? നമ്മൾ നാനോ പാർട്ടിക്കിൾസ് എന്നുള്ള ആ ഒരു ക്ലാസ്സിലും വരുന്നതാണ് എന്താ കൊളോയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പിയറൻസ്. ഈ പിക്ചറിനകത്ത് തന്നെ നോക്കി അപ്പിയറൻസ് നോക്കിക്കേ, ഇത് ട്രാൻസ്പെറന്റ് ആണ്. ദെൻ ദിസ് ഈസ് ഒരു സെമി ട്രാൻസ്പെറന്റ് ആയിട്ട് നിൽക്കുന്നു. ആൻഡ് ദിസ് ഈസ് ഒപ്പേക്ക് ഇൻ നേച്ചർ. നോർമലി ട്രൂ സൊല്യൂഷൻസ് ആർ ട്രാൻസ്പെറന്റ് ഇൻ നേച്ചർ. Colloids are generally transparent, but or അല്ലെങ്കിൽ slightly transparent ആയിട്ട് നിൽക്കുന്നു. And suspension are opaque in nature. Then the third property is separation. Okay, we can filter it through, a true solution can filter through a normal filter paper. Okay, true solution നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ട്രൂ സൊല്യൂഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ഫിൽറ്റർ പേപ്പറിൽ കൂടെ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം എന്താ, അത് ലെസ് ദാൻ 1 നാനോമീറ്റർ സൈസിലുള്ളതാണ്. ഒരു അരിപ്പയിൽ കൂടി നമ്മൾ ഒരു സാധനം അരിച്ചെടുക്കണമെങ്കിൽ ആ അരിപ്പയുടെ പോർ സൈസ് എങ്ങനെയായിരിക്കണം? നമ്മുടെ പാർട്ടിക്കിൾ സൈസിനെക്കാട്ടിലും കുറവാണെങ്കിലേ നമുക്ക് ഫിൽറ്റർ ചെയ്ത് കിട്ടാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഓർഡിനറി ഫിൽറ്റർ പേപ്പറിന്റെ പോർ സൈസ് 1 നാനോമീറ്ററിനെക്കാട്ടിലും വലിയ പോർ സൈസ് ആണുള്ളത്. സോ എന്ത് സംഭവിക്കും? ട്രൂ സൊല്യൂഷൻ അതിൽ കൂടെ കടന്നു പോകും. അതുപോലെ തന്നെ കൊളോയിഡൽ ഡയമെൻഷൻസിലുള്ളതിനെയും ഓർഡിനറി ഫിൽറ്റർ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ദെൻ കംസ് സസ്പെൻഷൻ. സസ്പെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കോ നമുക്ക് ഇപ്പൊ പ്രസിപ്പിറ്റേറ്റ്സിനെ ഒക്കെ എടുക്കുവാണെങ്കിൽ ദേ ഹാവ് എ ഡയമെൻഷൻ ഗ്രേറ്റർ ദാൻ 100 നാനോമീറ്റർ. അതുകൊണ്ട് വി ക്യാൻ സെപ്പറേറ്റ് ഇറ്റ് ത്രൂ ഓർഡിനറി ഫിൽറ്റർ പേപ്പർ. Then by using ultra filter paper like animal skin പോലുള്ള ultra filter paper, അവിടെ പോർ സൈസ് വളരെ ചെറുതാണ്. അവിടെയും നമുക്ക് ട്രൂ സൊല്യൂഷനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. ബട്ട് കൊളോയിഡ്സിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് അൾട്രാ ഫിൽട്രേഷൻ യൂസ്ഫുൾ ആണ്. പിന്നെ അതുപോലെ തന്നെ സസ്പെൻഷനെയും നമുക്ക് അൾട്രാ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. Another important property is settling of particles. These two solutions do not settle. Colloids ആണെങ്കിൽ settle only on centrifugation. അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ കൂടെ നമുക്ക് എടുക്കാൻ പറ്റും. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ കുറേ ടൈമിൽ വെക്കുവാണെങ്കിൽ ഇറ്റ് വിൽ സെറ്റിൽ ഡൗൺ. പക്ഷെ നമുക്ക് എങ്കിലും കഞ്ഞിവെള്ളം ഒരുപാട് നേരം വെച്ചാൽ കുറച്ചൊക്കെ സെറ്റിൽ ഡൗൺ ചെയ്യും, പക്ഷെ ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ സെറ്റിൽ ഡൗൺ ചെയ്യില്ല അവിടെ. ദെൻ സസ്പെൻഷൻ ഓഫ് സെറ്റിൽഡ് അണ്ടർ ഗ്രാവിറ്റി, വി ക്യാൻ സെപ്പറേറ്റ് ഇറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് നേച്ചർ. ഓക്കെ, ട്രൂ സൊല്യൂഷൻ എന്ന് പറയുന്ന ഹോമോജീനിയസ് നേച്ചർ ആണുള്ളത്. കാരണം എവിടെ നിന്ന് നോക്കിയാലും അല്ലെങ്കിൽ ഏത് പോർഷൻ എടുത്ത് നോക്കിയാലും ഒരേ പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂഷൻ ആണ് അവർ കാണിക്കുന്നത്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹോമോജീനിയസ് എന്ന് പറയുന്നത്. ബട്ട് കൊളോയിഡ്സ് ആർ ഹെട്രോജീനിയസ് ഇൻ നേച്ചർ ആൻഡ് സസ്പെൻഷൻ ഈസ് ഓൾസോ ഹെട്രോജീനിയസ് ഇൻ നേച്ചർ. ദാറ്റ് മീൻസ് ദേ പൊസസ് ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് ഡിഫറെന്റ് പോർഷൻസ് എടുക്കുമ്പോൾ പല പ്രോപ്പർട്ടീസ് ആയിരിക്കും അവർ കാണിക്കുന്നത്. ദെൻ ദ അനദർ ഇമ്പോർട്ടന്റ് ഒബ്സർവേഷൻ ഈസ് ടിൻഡൽ ഇഫക്റ്റ്. This true solution does not show Tyndall effect. Colloids show Tyndall effect and suspension shows Tyndall effect. Okay, now we will discuss about Tyndall effect in detail.